വിജയിക്കുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യം എന്താ? അൻവർ കഴിഞ്ഞ 9 വർഷമായിട്ട് LDFിൻ്റെ MLA ആയിട്ട് നിൽക്കുന്ന ആൾ, അദ്ദേഹം ആ സംവിധാനത്തിനകത്തെ ചില പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ച്, ചില തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിച്ച് വിമർശനം ഉന്നയിച്ച് ആ പാളയത്തിൽ നിന്ന് പുറത്തു പോരുകയായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ അൻവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അൻവറിനോട് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളെങ്കിൽ, ഇപ്പോൾ അൻവറിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിണറായിസം, മരുമോനിസം, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണല്ലോ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ അൻവർ സ്വാഭാവികമായിട്ടും UDFിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമായിരുന്നു. ഇപ്പോൾ UDFിലകത്ത് സംബന്ധിച്ച് ഇത് കോൺഗ്രസിൻ്റെ സീറ്റാണ്, കോൺഗ്രസ്സാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്താറുള്ളത്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തി നിർത്തി. അപ്പോൾ ആ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുക, ആ സ്ഥാനാർത്ഥിയുടെ ഒപ്പം നിന്ന് ഈ അൻവർ പറയുന്ന വിഷയങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രചരണത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നൊക്കെയാണ് അൻവറിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ജനങ്ങളും പ്രതീക്ഷിച്ചത്. പക്ഷെ അൻവറിൽ ഈ ഒരു വേവറിങ് സ്വഭാവമുണ്ട്. ഒരു ദിവസം ഒന്ന് പറയും, വൈകുന്നേരം വീണ്ടും ഒന്ന് പറയും, പിറ്റേ ദിവസം വീണ്ടും ഒന്ന് പറയും. അങ്ങനെ ഒരു സ്വഭാവം അൻവറിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, അൻവർ കൂടെ ഉണ്ടാവണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണ്. അത് പുതിയതായിട്ട് അൻവർ ഉന്നയിക്കുന്ന വിഷയം ആയതുകൊണ്ടല്ല, അതാണ് കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം LDFിൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ കൂടി അത് ശരിവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം അവർക്ക് കൂടി അത് ബോധ്യമാവുകയാണല്ലോ. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം, ഞങ്ങളോടൊപ്പം അദ്ദേഹം കടന്നു വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി നിൽക്കുക, അതൊരു മിനിമം മര്യാദയല്ലേ? അദ്ദേഹം പാർട്ടിക്കോ മുന്നണിക്കോ പുറത്ത് നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? ഞങ്ങളെ പിന്തുണയ്ക്കുക. അതൊരു നിരുപാധികം എന്ന വാക്ക് ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ അവമതിപ്പ് ഉണ്ടാക്കാതിരിക്കുക, ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായിട്ട് വിലയിരുത്തുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയാണ്. അതുണ്ടായില്ല എന്നുള്ളൊരു വിഷമമാണ്. ഇനിയും സമയമുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിലപാട് ഇനിയും സ്വീകരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടി പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്രമായിട്ടല്ലല്ലോ അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിയായ നിലപാട് സ്വീകരിക്കാൻ 19 തീയതി വരെ സമയമുണ്ട്. അദ്ദേഹം ഇനിയിപ്പോൾ 2 ദിവസം കൂടിയുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ. അങ്ങനെ പിൻവലിച്ച് വന്നാലും സന്തോഷം തന്നെയാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും. ആര് ആ പാളയത്തിൽ നിന്ന് വരുന്നാലും, ആര് ഞങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ വേണ്ടി കടന്നു വന്നാലും ഞങ്ങൾക്ക് എന്താ വിരോധം? ഇലക്ഷനല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കണം. സർക്കാരിനെതിരെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിലുള്ള ഡൈവേർഷണറി ടാക്ടിക്സിലേക്ക് പോകരുത്. കൃത്യമായി ഈ ഫോക്കസിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പയിനോടൊപ്പം ചേരുന്ന ഏതൊരാളും ഞങ്ങൾക്ക് സന്തോഷമാണ്. അത്തരമൊരു ചർച്ചകൾ നടക്കുന്നുണ്ടോ? അതിന് ഒരു സാധ്യതയുണ്ടോ? അല്ല, അത് എന്നേക്കാൾ മുതിർന്ന നേതാക്കന്മാരാണ് പറയേണ്ടത്. പ്രതിപക്ഷ നേതാവ് ഇന്നലെയും പറഞ്ഞു ചർച്ചകളുടെ വാതിലൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനിയൊരു റിയലൈസേഷൻ്റെ സമയമാണ് അൻവറിന് ഉണ്ടാവേണ്ടത്. കാരണം ചർച്ചകളല്ല പ്രധാനം. ചർച്ചകൾ അൻവറുമായിട്ട് പല രീതിയിൽ പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല മുൻപൊക്കെ. അപ്പോൾ അതിൽ അൻവർ അത്ര ഒരു ക്രെഡിബിളായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് ആ ചർച്ചകളുടെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമാവാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ അദ്ദേഹം ശരിയായ ബോധ്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം.